ഉരുളക്കിഴങ്ങൊന്നും ചേർക്കാണ്ട് നല്ല അടിപൊളി ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാലോ? നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിലും അതിലൊക്കെ ഉരുളക്കിഴങ്ങ് ഉണ്ടാവും അല്ലേ? പക്ഷേ ഈ ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ സ്റ്റൂവിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. നമ്മുടെ വായിലേക്ക് എപ്പോഴും അതിൻ്റെ ആ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഫ്ലേവറാണ് കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, അടിപൊളിയാണ്. നിങ്ങൾ പിന്നെ ഇങ്ങനെ തന്നെ സ്റ്റൂ വെക്കുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിന് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടാകുമ്പോൾ ഒരു കഷ്ണം പട്ട, ഒരു ഗ്രാമ്പൂ, ഒരു ഏലക്ക അതിട്ട് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു 2 സവാള നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 2 പച്ചമുളക് ഇടുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലോണം വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 250 ഗ്രാം ചിക്കനാണ് ചേർക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതിന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് വെക്കുക. സാധാരണ നമ്മൾ കുക്കർ അടയ്ക്കുന്ന മാതിരി അടയ്ക്കേണ്ട, വെറുതെ ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ അതിന്ന് കുറേശ്ശൊക്കെ വെള്ളം ഇറങ്ങി വരും. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടി പിടിക്കുന്ന പേടിയില്ലല്ലോ, അടി പിടിക്കുന്നുള്ള ഒരു പേടി വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. അതിനുശേഷം നമുക്ക് കുക്കർ സാധാ പോലെ അടച്ച് വെച്ച് കൊടുക്കുക. നല്ല ടൈറ്റാക്കി അടയ്ക്കുക. ഇത് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. അതുകൊണ്ട് തന്നെ ഒറ്റ വിസിൽ മതി. ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വെയിറ്റ് എടുക്കരുത്. ഇതിലത്തെ ഈ ആവി പോകാനായിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവി പോയതിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ ചിക്കനും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ ഒരു യെല്ലോ കളർ ഉണ്ടാവും കേട്ടോ, ലൈറ്റ് കളറേ ഉണ്ടാവുള്ളൂ. വീഡിയോയിൽ നല്ല കളറായിട്ട് തോന്നുന്നതാണ്. അത് ഈ പച്ചമുളകിൻ്റെ ആ ഒരു കളർ ഇറങ്ങുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് തേങ്ങേൻ്റെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ 2-ാം പാൽ കിടന്നിട്ട് ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ 2-ാം പാലിൽ തന്നെ കിടന്നിട്ട് ഒന്ന് തിളയ്ക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങേൻ്റെ 1-ാം പാൽ നല്ല കട്ടിയുള്ള പാലാണ്, അത് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. കാരണം ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. അപ്പോൾ ഇത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള്, വളരെ കുറച്ചിട്ട് ഒരു നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നതാട്ടോ ഇതിന്, ഈ സ്റ്റൂവിന് രസം. മറ്റേത് നമ്മൾ കുരുമുളക് ഇടുമ്പോൾ ആ കുരുമുളകിൻ്റെ ഒരു കുത്തല ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ഇടാം. ഞാനിപ്പോൾ ഇടുന്നില്ല കേട്ടോ, എനിക്ക് പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ മാറ്റി വെക്കുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു 3-4 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ആ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഈ വറവാണ് കേട്ടോ ഈ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ഇത് മിസ്സാക്കരുത്. ഇതുപോലെ വറുത്തെടുത്തിട്ട് നമ്മളിതിനെ സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതോടെ അങ്ങനെ ഒഴിക്കരുത്. ഇതുപോലെ ഒരു തവിയിലേക്ക് കോരി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് എടുക്കാൻ പാടുള്ളൂ. അപ്പോഴത്തേക്കും ഇത് നല്ല കുറുകി നല്ല സെറ്റായിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതിനെ നല്ല ആവി കയറ്റിയ ബ്രെഡിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കിയേ. എന്താ ടേസ്റ്റ് എന്ന് പറയുക, അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്